ഇറ്റ്സ് മീ റിമാമിച്ചാണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന ചാപ്റ്റർ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നല്ലേ. അതിൽ കമ്മ്യൂണിക്കേഷനെ രണ്ടായിട്ട്, ആശയവിനിമയത്തെ നമ്മൾ രണ്ടായിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേതൊക്കെയായിരുന്നു? യെസ്, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വ്യക്തിഗത ആശയവിനിമയം, ദെൻ മാസ് കമ്മ്യൂണിക്കേഷൻ ബഹുജന ആശയവിനിമയം എന്നിങ്ങനെ രണ്ടായിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പൊ അതിൽ എന്താണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശങ്ങളോ ആശയങ്ങളോ വിനിമയം ചെയ്യുന്നതാണ് വ്യക്തിഗത ആശയവിനിമയം എന്ന് പറയാം. അതായത് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ദ എക്സ്ചേഞ്ച് ഓഫ് മെസ്സേജസ് ഓർ ഐഡിയാസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഇപ്പൊ എനിക്കൊരു ആളോട് ഒരു മെസ്സേജ് പാസ് ചെയ്യണം. അപ്പൊ ഞാനും അവളും തമ്മിലുള്ള ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ടെലിഗ്രാഫ്, ടെലിഫോണ്, ലാൻഡ്, ഇന്റർനെറ്റ്, ഇതൊക്കെ മൊബൈൽ ഫോൺ, ഇതൊക്കെയാണ് നമ്മൾ എന്തിനു വേണ്ടി ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ബഹുജന ആശയവിനിമയം, മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കൊരു കാര്യം പബ്ലിക്കിലേക്ക് എത്തിക്കണം, അതാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. മാസ് കമ്മ്യൂണിക്കേഷൻ ഇസ് ദ ഡെലിവറി ഓഫ് മെസ്സേജ് ഓർ ഐഡിയ ടു എ ലാർജ് ചങ്ക് ഓഫ് പീപ്പിൾ. ഒരുപാട് ആളുകളിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. മാസ് മീഡിയ ആർ ദ മീഡിയ യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ന്യൂസ് പേപ്പർ, ടെലിവിഷൻ, റേഡിയോ, പബ്ലിക് മീറ്റിംഗ്സ്, സ്ട്രീറ്റ് പ്ലേ, സെമിനാർ, ഇതൊക്കെ എന്താണ്? മാസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരും. ബൈ.